ഈ ഒരു ചിക്കൻ കറിയൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നും എന്ത് എളുപ്പമാണെന്ന്. നല്ല എളുപ്പമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ആദ്യം തന്നെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചതച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ മുളക് പൊടി എടുക്കുമ്പോഴത്തേക്ക് ഞാനിവിടെ എരിവ് കുറഞ്ഞ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ആ എടുത്തിരിക്കുന്ന അതേ അളവിൽ തന്നെയാണ് നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുതിരാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതിനൊന്നും അരച്ചെടുക്കുന്നില്ല. വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് പെരിഞ്ചീരകം എടുത്ത് അതും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം കുറച്ച് ഉലുവ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പിന്നെ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയുള്ളി എടുക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചതച്ച് തന്നെ എടുക്കാനായിട്ട് നോക്കുക. ചെറുതായിട്ട് കട്ട് ചെയ്തിടാനൊന്നും നോക്കരുത്. പിന്നെ ഇത്രയും ചെറിയുള്ളി എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്ത് നേരം നിന്നിട്ടായിരിക്കും ഇത് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. 2-3 സവാള എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പണി തീരത്തില്ലേന്ന്. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ സവാള ചേർക്കാറുണ്ട്. പിന്നെ സവാള ചേർക്കേണ്ട അടുത്തൊക്കെ നമ്മൾ ചേർക്കാറും ഉണ്ടല്ലേ. അപ്പോൾ അത് ഞാനും എടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ സവാള എടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയല്ല, നാടൻ കോഴി ഉണ്ടല്ലോ, പണ്ടൊക്കെ നമ്മളെ വീട്ടിലുള്ള വളർത്തുന്ന കോഴി കൊണ്ടുപോയി കട്ട് ചെയ്ത് കൊണ്ട് വന്നിട്ട് നമ്മൾ ചെറിയുള്ളി ചേർത്തിട്ടാണ് കറി വയ്ക്കുന്നത്. അതിനെന്തായാലും പണ്ടൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ബീഫ് മേടിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ചെറിയുള്ളിയാണല്ലോ അധികം ചേർക്കുന്നത്. നമ്മളങ്ങനെ ബീഫ് മേടിക്കുമ്പോഴത്തേക്ക് സവാള ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചേർത്ത് നോക്കിയിട്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ചേർക്കണമെന്ന് നിർബന്ധമില്ല. തക്കാളി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇവിടെ തക്കാളി ഇല്ലാത്തതിനെ കൊണ്ടാണ് നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി അടച്ച് വെച്ചിട്ട് വേണം ഇനിയിപ്പോൾ ആവിയിൽ നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളിയൊക്കെ നല്ലതുപോലെ വെന്ത് അത് ഇച്ചിരി ഒന്ന് കുഴഞ്ഞ് വന്നെ. ഇതിനിടയ്ക്ക് നമ്മൾ ചിക്കനാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഈ മുളക് പൊടി നമ്മൾ എരിവ് കുറഞ്ഞതാണ് ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചിക്കനിൽ കുറച്ച് കുരുമുളക് ചതച്ച് ഞാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 വിസിലടിച്ച് വേവിച്ച് ഞാൻ മാറ്റി വെച്ച്. ചിക്കനിൽ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. ചിക്കൻ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് വരുമ്പോൾ തന്നെ ഇതിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങിക്കോളും. പിന്നെ ഈ ഒരു ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ലൊരു മണവും വരുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിൽ ഉപ്പിട്ട് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു ചിക്കനൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കിടക്കുന്നത് കറിവേപ്പിലയുടെ തണ്ടാണ് കേട്ടോ. നല്ലതുപോലെ തണ്ട് ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ഇത് വേണം ഇനിയിപ്പോൾ നമുക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇതിനിടയ്ക്ക് നമ്മൾ പൊടിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിരാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി നല്ലതുപോലെ വഴറ്റി അതും ഒരു സൈഡിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അതിനിപ്പോൾ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച ചവർപ്പും അതൊക്കെ ഒന്ന് മാറി നന്നായിട്ടൊന്ന് ഇളക്കി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് വേണം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട്. ബൗളിലിരിക്കുന്ന അരപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബൗളിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നീട് നമുക്ക് ആവശ്യം വരും ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പച്ച ചവർപ്പും ആ ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ എടുക്കാതെ വേണം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട്. ഒട്ടും അടുക്കി പിടിക്കൽ. ചിക്കൻ വയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു കട്ടിയുള്ള ഒരു ചട്ടി എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവിയോട് കൂടി തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഒട്ടും അങ്ങില്ല കുഴഞ്ഞ് മറിഞ്ഞ്, അതായത് ചിക്കൻ എല്ലിന്നങ്ങ് വിട്ട് മാതിരി പോവേ അങ്ങനെ ഒന്നുമില്ല. കുറച്ച് പെരിഞ്ചീരകം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ചതച്ച് വെച്ചിരുന്നതിനെയും കൂടെ ഞാനിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് ശകലം വെള്ളം ചേർത്ത് കൊടുക്കണം. ബൗളിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ വെന്തപ്പോൾ അതിൻ്റെ ഗ്രേവിയും പിന്നെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. നന്നായിട്ട് വെന്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഇനിയിപ്പോൾ ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഇതിനൊന്ന് അടച്ചുകൊണ്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കും. കാരണം ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ചതാണല്ലോ, 3 വിസിലടിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ച് തിളപ്പിച്ച് വറ്റിച്ച് നല്ലതുപോലെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ചിക്കൻ എടുക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ.